വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. മക്കളെ, നമ്മളെ എംസാറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് കെമിസ്ട്രിയിലെ കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അറിയാം, കുറഞ്ഞ ദിവസങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അതിലെന്ത് ചെയ്യണം, ഒരുപാട് സബ്ജക്റ്റുകൾ, ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സബ്ജക്റ്റാണ്, ഏത് ടോപ്പിക്കാണ് എന്നൊക്കെ മനസ്സിലാക്കി ആ ആൻസറിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് എത്താൻ സാധിക്കണം. അങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ കൺസെപ്റ്റുകൾ ക്ലിയർ ആവണം. അതോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആവണം. അപ്പോഴാണ് നമുക്ക് എക്സാം വരുമ്പോഴും ഒരു പേടിയും ഇല്ലാതെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ കുറച്ച് പ്രോബ്ലംസ് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമുക്ക് ഇപ്രാവശ്യത്തെ എന്ത് ചെയ്യണം, ഏറ്റവും ടോപ്പായിട്ട് ഏറ്റവും ടോപ്പ് സ്കോർ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് വാങ്ങിയെടുക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഉണ്ട്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എംസാറ്റിൻ്റെ എക്സാം എഴുതുന്ന നമ്മുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. റെഡി അല്ലേ? സോ ലെറ്റ് സ്റ്റാർട്ട്, തുടങ്ങാം. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ കൂടെ പറയണം. നമുക്കറിയാം, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ മാറ്ററുമായി റിലേറ്റ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. സോ നമ്മൾ പഠിച്ച മാറ്റർ അറൗണ്ട് us, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്, ഈസ് മാറ്റർ അറൗണ്ട് us പ്യുവർ, മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ എന്തിട്ടുള്ളത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ക്വിക്കായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസറുകൾ പറയാൻ റെഡി ആയിട്ട് നിന്നോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പിക്ചർ കണ്ടിട്ട് ABC ഏതെല്ലാമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈസിയാണ്. ഇവിടെ നമുക്കറിയാം ഏറ്റവും ക്ലോസ്ലി പാക്ഡ് ആയിട്ട് കിടക്കുന്നത് B. അത് സ്വാഭാവികമായിട്ട് ആരായിരിക്കും? യെസ്, സോളിഡ് ആയിരിക്കും. സോ കുറച്ച് ചെറിയ ഡിഫറൻസ് ഉള്ളത് ആരാണ്? C ആണ്. അത് ലിക്വിഡ് ആയിരിക്കും. അവിടെ കൂടുതൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വരുന്നത് A ആണ്. അത് ഗ്യാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ A എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, B സോളിഡ് ആണ്, C എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ഓപ്ഷൻ A ആയിരിക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അതെല്ലാവർക്കും നമുക്ക് അറിയുന്നതാണ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും എങ്ങനെയാണുള്ളത് ഓൾറെഡി നമുക്കറിയാം. അത് വെച്ചുകൊണ്ട് തെറ്റാതെ എന്ത് ചെയ്താൽ മതി, ഒന്ന് ആൻസർ. നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ എപ്പോഴും സോളിഡ് ലിക്വിഡ് ഗ്യാസ്, എപ്പോഴും സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അവിടെ അറേഞ്ച്മെൻറ്റ് ABC ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. Which of the following is incorrect about plasma? പ്ലാസ്മയുമായി ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. ഫ്ലൂറസെൻറ്റ് ട്യൂബ് ആൻഡ് നിയോൺ സൈൻ ബൾബ് കൺസിസ്റ്റ് ഓഫ് പ്ലാസ്മ. ഫ്ലൂറസെൻറ്റ് അതേപോലെ തന്നെ നിയോൺ ബൾബുകളിലൊക്കെ പ്ലാസ്മ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്, പ്ലാസ്മയുടെ എക്സാമ്പിളായിട്ട് നമ്മളത് പറയാറുണ്ട്. സോ അത് കറക്റ്റാണ്. ദ ഗ്യാസ് ഗെറ്റ്സ് അയോണൈസ്ഡ് വെൻ ഇലക്ട്രിക്കൽ എനർജി ഫ്ലോസ് ത്രൂ ഇറ്റ്. ആ ബൾബുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ ഗ്യാസുകൾ എന്താകുന്നു, അയോണൈസ് ചെയ്യപ്പെടും. നമുക്കറിയാം പ്ലാസ്മ സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസുകൾ അയോണൈസ്ഡ് ഫോമിലാണ്, വിച്ച് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് കൺസിസ്റ്റ് സൂപ്പർ എനർജറ്റിക് ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ്. പ്ലാസ്മയുടെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ നമ്മൾ പറയാറുള്ളത് ഇതേ സ്റ്റേറ്റ്മെന്റ് ആണ്, വിച്ച് ഇസ് ഓൾസോ ട്രൂ. അപ്പോൾ ഇതായിരിക്കും സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുക, ഈ പറഞ്ഞ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക. ദ പ്ലാസ്മ ഗ്ലോസ് വിത്ത് കളർ വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതിൻ്റെ കളർ എന്നാണ് ഇവിടെ കൊടുത്തത്. ഡിപ്പെൻഡ് ചെയ്യും അല്ലേ, ഡസ് നോട്ട് അല്ല ആക്ച്വലി. യെസ് അല്ലേ, ഈ പറഞ്ഞ ഓരോ ഗ്യാസിൻ്റെയും അതിൻ്റെ നേച്ചർ അനുസരിച്ച് ആ പ്ലാസ്മയുടെ സിറ്റുവേഷൻ മാറുമ്പോൾ, അല്ലെങ്കിൽ പ്ലാസ്മ സ്റ്റേറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ കളർ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സോ 4th സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാവണം കേട്ടോ. ഒന്ന് ഫുള്ളായിട്ട് വായിച്ച് അതിൻ്റെ മീനിങ്ങും നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റണം. സോ ഈ പറഞ്ഞ പ്ലാസ്മ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചറും ഏറ്റവും കൂടുതൽ എനർജിയും ആർക്കാണ്? പ്ലാസ്മയായിരിക്കും. ഏറ്റവും ലീസ്റ്റ് ആർക്കാണ്? BEC, ബോസ് ഇൻസ്റ്റന്റ് കണ്ടൻസേറ്റ് ആണ്. കാരണം അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ കൈനറ്റിക് എനർജി കുറവായിരിക്കും. ഏറ്റവും ലോ കൈനറ്റിക് എനർജി ആർക്കാണ്? BEC ആണ്. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, പ്രഷർ, ബോത്ത് A and B, നൺ ഓഫ് ദിസ്. ഓക്കെ, ഏതായിരിക്കും വരിക? യെസ്, കൈനറ്റിക് എനർജി നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ആരും കൂടും മക്കളെ? കൈനറ്റിക് എനർജി സ്വാഭാവികമായിട്ടും കൂടും.
അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടും. പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടിയാൽ ആരും കൂടും? കൈനറ്റിക് എനർജിയും കൂടും. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. പ്രഷറോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. ഈ പറഞ്ഞ കൈനറ്റിക് എനർജി കൂടുമ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പാർട്ടിക്കിൾസുകൾ മോർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും വരിക? ഈ പറഞ്ഞ കൈനറ്റിക് എനർജി ഡയറക്റ്റ്ലി ആവൂല ഉണ്ടാവുക. ഓക്കെ, യെസ്, ബോത്ത് എ ആൻഡ് ബി വരൂല, നൺ ഓഫ് ദീസും വരൂല. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ദ ഫിനോമിനൻ ബൈ വിച്ച് ഗ്യാസ് ചേഞ്ച് ഇൻ ടു ലിക്വിഡ് ഈസ് കോൾഡ്. ഗ്യാസ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സ് ഫ്രീസിങ്, കണ്ടൻസേഷൻ, ലിക്വിഫാക്ഷൻ, ബോത്ത് ബി ആൻഡ് സി. അപ്പം ഇതേതായാലും എല്ലാം നമുക്കറിയാം. ലിക്വിഡ് സോളിഡ് ആകുന്നതാണ് ഫ്രീസിങ്. എന്നാൽ ഗ്യാസ് ലിക്വിഡ് ആകുന്നതിനെ കണ്ടൻസേഷൻ വിളിക്കാം. വാട്ട് അബൌട്ട് ലിക്വിഫാക്ഷൻ? ലിക്വിഫാക്ഷൻ എന്ന് വിളിക്കാം അല്ലേ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG ഗ്യാസ് നമുക്കറിയാം. എങ്ങനെ വരിക അല്ലേ? ഗ്യാസിനെ ലിക്വിഡ് ആക്കണം, അവിടെ ലിക്വിഫാക്ഷൻ എന്നാണ് ഉപയോഗിക്കുക. അപ്പം ലിക്വിഡ് അത് സോളിഡ് ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ലിക്വിഡ് ആണെങ്കിലും എന്ത് ഉപയോഗിക്കാം? ലിക്വിഫാക്ഷൻ ഉപയോഗിക്കാം. സോ ബോത്ത് ബി ആൻഡ് സി വരുന്ന ഓപ്ഷൻ ഡി ആണ്. അത് ക്വസ്റ്റ്യൻ ഓപ്ഷനുകൾ ഫുള്ളായിട്ട് വായിച്ച് നോക്കണം, എങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകൾ നമ്മളിങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇട്ടുകൊണ്ടേയിരിക്കണം. റെഡി? അപ്പോഴാണ് നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. റെഡി? ഓക്കെ. അപ്പോൾ ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, സോളിഡ് ലിക്വിഡ് ആകുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് എന്തൊക്കെ വിളിക്കാം? ഈ പറഞ്ഞ അല്ലേ, ഒന്നുകിൽ മെൽറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ഫ്യൂഷൻ എന്നോ വിളിക്കാം അല്ലേ. എന്നാൽ ലിക്വിഡ് ഗ്യാസ് ആകുന്ന ഈ പ്രോസസ്സിനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. ഇവാപ്പറേഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് വിളിക്കാം. എന്നാൽ ഗ്യാസ് തിരികെ ലിക്വിഡ് ആകുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടൻസേഷൻ അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ലിക്വിഫാക്ഷൻ. ഓക്കെ, ദെൻ ഫ്രീസിങ് ഓർ സോളിഡിഫിക്കേഷൻ എന്താ? ലിക്വിഡ് സോളിഡ് ആകുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഫ്രീസിങ്. സോളിഡ് ഡയറക്റ്റ്ലി ചേഞ്ചസ് ടു ഗ്യാസ് ആണ് ആര്? ഈ പറഞ്ഞ സബ്ലിമേഷൻ. ദെൻ ഗ്യാസ് തിരികെ സോളിഡ് ആകുന്ന ഈ എഫ് എന്നെഴുതിയ പ്രോസസ് ആണെങ്കിലോ അതാണ് നമ്മൾ ഡീസബ്ലിമേഷൻ അല്ലെങ്കിൽ ഡിപ്പോസിഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പറയാൻ പറ്റണം. സോളിഡ് ആകുന്ന പ്രോസസ്സുകളെ സോളിഡിഫിക്കേഷൻ എന്ന് വിളിക്കാം. ലിക്വിഡ് ആകുന്ന പ്രോസസ്സുകളെ ലിക്വിഫാക്ഷൻ എന്നും വിളിക്കാം. ഓക്കെ, ഗ്യാസസ് ഹാവ് ഡാഷ് ഫ്ലൂയിഡിറ്റി ആൻഡ് ഡാഷ് റിജിഡിറ്റി. ഒന്ന് ആൻസർ പറയാൻ പറ്റുമോ മക്കളെ? വേഗത്തിലൊന്ന് ആൻസർ പറഞ്ഞിടാ. ഗ്യാസിന് ഡാഷ് ഫ്ലൂയിഡിറ്റി ആൻഡ് ഡാഷ് റിജിഡിറ്റി. നോ ഫ്ലൂയിഡിറ്റി, നോ റിജിഡിറ്റി. മാക്സിമം ഫ്ലൂയിഡിറ്റി, മാക്സിമം റിജിഡിറ്റി. ലീസ്റ്റ് ഫ്ലൂയിഡിറ്റി, മാക്സിമം റിജിഡിറ്റി. മാക്സിമം ഫ്ലൂയിഡിറ്റി ആൻഡ് ലീസ്റ്റ് റിജിഡിറ്റി. ഏതായിരിക്കും മക്കളെ ആൻസർ ആയിട്ട് വരിക? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഗ്യാസിന് ഫ്ലൂയിഡിറ്റി മാക്സിമം ആണ്, റിജിഡിറ്റി ലീസ്റ്റ് ആണ് അല്ലെ. റിജിഡ് ആണോ ഗ്യാസ്? അല്ല, വളരെ ലീസ്റ്റ് ആണ് അല്ലേ. സോ മാക്സിമം ഫ്ലൂയിഡിറ്റി ഉണ്ട്, എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ റിജിഡിറ്റിയോ ഏറ്റവും ലോ ആണ്. സോളിഡിന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ റെയിനി ഡേ ഇവാപ്പറേഷൻ പ്രോസസ് ടേക്ക് പ്ലേസ്. റെയിനി സീസണിൽ ഇവാപ്പറേഷൻ ഫാസ്റ്റ്ലി ആണ്, മോഡറേറ്റ്ലി ആണ്, നോ ചേഞ്ച് ആണ്, വെരി സ്ലോ ആണ്. യെസ്, റെയിനി സീസണിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുക വെരി സ്ലോലി അല്ലേ. നമുക്കറിയാം ഈ പറഞ്ഞ ഒരു പിന്നെ ഇവാപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ ടെമ്പറേച്ചർ കൂടിയാൽ ഇവാപ്പറേഷൻ കൂടും അല്ലേ. എന്നാൽ ഹ്യൂമിഡിറ്റി കൂടിയാലോ? റെയിനി സീസണിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ് എന്തായിരിക്കും? ഇവാപ്പറേഷൻ വെരി ലോ ആയിരിക്കും. സർഫസ് ഏരിയ കൂടിയാൽ ഇവാപ്പറേഷൻ്റെ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ 3-4 ഫാക്ടേഴ്സ് ഇവാപ്പറേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായി അറിയണം. റെഡി? ഓക്കെ. സെപ്പറേഷൻ ഓഫ് പെട്രോളിയം ഇൻടു ഇറ്റ്സ് കോമ്പണന്റ് ഈസ് ഡൺ ബൈ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പെട്രോളിയത്തിൽ നിന്നും അതിൻ്റെ കോമ്പണൻറ്റുകളായിട്ടുള്ള അല്ലേ ആരൊക്കെയുണ്ട്? ഡീസല്, കെറോസിൻ, നാഫ്ത, ബിറ്റുമിൻ അല്ലേ, അതൊക്കെ ഉണ്ടല്ലോ. ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. വെരി ഗുഡ് അല്ലേ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ ഓരോന്നിനും എപ്പോഴും നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുക? ആ പറഞ്ഞ കോമ്പണൻറ്റുകൾ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് വെരി
ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് വെരി ലോ ആകുമ്പോഴാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുക. ഒരുപാട് സംഗതികളുണ്ട്. ആ ഓരോ പ്രോഡക്റ്റും എന്തിനാണ് ഉപയോഗിക്കുക? അപ്പോൾ പെട്രോളിയം ഗ്യാസ് നമുക്കറിയാം ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെട്രോള് അല്ലേ മോട്ടോർ വെഹിക്കിൾസിനുള്ള ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നാഫ്ത, ഡീസൽ, ബിറ്റുമിൻ അല്ലേ ബിറ്റുമിൻ റോഡ് സർഫസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം അറിയണം. പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിക്കൊണ്ടാണ് ഈ പറഞ്ഞ പ്രോഡക്റ്റുകളെ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തതും ഒരു സെപ്പറേഷൻ ഓഫ് മിക്സർ. ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും ആദ്യം ഇത് ഏത് ടോപ്പിക് റിലേറ്റഡ് ആണ്, ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോഴാണ് ആൻസർ കറക്റ്റ് കിട്ടുക. ടു ലിക്വിഡ്സ് ലൈക്ക് ഓയിൽ ആൻഡ് വാട്ടർ ഉണ്ട്, എങ്ങനെയാണ് ഇവയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ത് ഉപയോഗിച്ചിട്ടാണ്? സെപ്പറേറ്ററി ഫണൽ അല്ലെങ്കിൽ സെപ്പറേഷൻ ഫണൽ ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് എന്തിന്റെ ബേസിലാണ് മക്കളെ ഇത് വർക്ക് ചെയ്യുക? ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ, വിസ്കോസിറ്റി. അപ്പോൾ നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണൽ എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുക? അപ്പോൾ ഏത് മെത്തേഡാണ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത്. യെസ്, ഏതാണ് ആൻസർ? യെസ്, ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ബേസിലാണ് എന്ത് ചെയ്യുക ഈ പറഞ്ഞ സംഗതി അല്ലേ? നമ്മൾ സെപ്പറേഷൻ ഫണൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ രൂപത്തിലുള്ള അല്ലേ ഒരു ഡിവൈസ് ആണ്. അവിടെ ഒരു സ്റ്റോപ്പ് കോക്ക് ഉണ്ടാകും. നമ്മൾ ഡിഫറെൻറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇമ്മിസിബിൾ ആയിട്ടുള്ള പരസ്പരം ഡിസോൾവ് ചെയ്യാത്ത ലിക്വിഡ്സ് ആണ് എന്ത് ചെയ്യുക പൊതുവെ ഈ സെപ്പറേഷൻ ഫണൽ മെത്തേഡ് ഉപയോഗിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടറും അതേപോലെ തന്നെ ഓയിലും അല്ലേ? ഓയിലിന് എന്താണ് ഡെൻസിറ്റി കുറവാണ്. അപ്പം മുകൾ ഭാഗത്തൊക്കെ ഓയിലായിരിക്കും, താഴെയായിരിക്കും ആര് വരിക? വാട്ടർ ഉണ്ടാവുക. വാട്ടർ ഡെൻസിറ്റി കൂടുതലാണ് അല്ലേ? അപ്പോൾ ഈ രൂപത്തിലുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യണം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം വാട്ടർ ആയിരിക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക, അതിന് ശേഷമാണ് ഓയിലിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി. The method used to separation of mixture of common salt and ammonium chloride. കോമൺ സാൾട്ട് ആരാ? സോഡിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡിനെയും സോഡിയം ക്ലോറൈഡിനെയും എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക? സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, ആൻസർ പറ. വരട്ടെ. ഏതാണ് വരിക? യെസ്, നമ്മുടെ സബ്ലിമേഷൻ. എന്താ സബ്ലിമേഷൻ അല്ലേ? സോളിഡിനെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഗ്യാസ് ആക്കുക വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. അപ്പൊ ആരാണ് ഇവിടെ സബ്ലിമേറ്റ് ചെയ്യുക? നമ്മുടെ അമോണിയം ക്ലോറൈഡ് എന്ത് ചെയ്യും മക്കളെ? സബ്ലിമേറ്റ് ചെയ്യും. ഓരോ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ആൻസർ പറയണം കേട്ടോ. ആൻസർ ചാറ്റ് ബോക്സിലും കമന്റ് ആയിട്ടൊക്കെ വരണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അമോണിയം ക്ലോറൈഡ്, ഡ്രൈ ഐസ്, അതേപോലെ തന്നെ നാഫ്തലീൻ, അയോഡിൻ, ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ സബ്ലിമേറ്ററി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ആ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ഒരു കോമ്പണന്റ് ആയിട്ട് വരുന്നുവെങ്കിൽ ഓഫ് കോഴ്സ് ആദ്യം നമ്മൾ സബ്ലിമേഷൻ നടത്തി ആ കോമ്പണന്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, യെസ്. മിൽക്ക് ഈസ് കൊളോയിഡ് ഇൻ വിച്ച്? Milk, a liquid is dispersed in liquid, a solid is dispersed in liquid, a gas is dispersed in liquid, a liquid dispersed in solid. അപ്പോൾ ഇതേതായാലും ഇല്ലെന്ന് ഉറപ്പാണ്. മിൽക്ക് ഏതായാലും ഗ്യാസ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഏതാണ്? ലിക്വിഡ് ആണ്. ആ ലിക്വിഡ് ഈ ലിക്വിഡിലാണോ ലിക്വിഡ് ഇൻ സോളിഡിലാണോ? ഏതൊക്കെ മക്കൾ ആൻസർ വരിക? നമുക്ക് പല ടൈപ്പ് കൊളോയിഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മിൽക്ക് എന്താണ്? ഒരു എമൾഷൻ ആണ്. ചിലപ്പോൾ അതായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരിക. മിൽക്ക് ഏത് ടൈപ്പാണ്? എമൾഷൻ ആണ്. ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണ് ആര്? മിൽക്ക് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ലിക്വിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇത് എമൾഷൻ. എയ്റോസോൾ എന്താ? ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ്. ഫോഗ്, ക്ലൗഡ് ഒക്കെ നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സ്മോക്ക് ആണെങ്കിൽ സോളിഡ് ഇൻ ഗ്യാസ് ആണ്. അതേപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഏതാ? നമ്മുടെ പിന്നെ ജെല്ലി അല്ലെങ്കിൽ ചീസ്, ബട്ടറൊക്കെ എന്താ? ലിക്വിഡ് ഇൻ സോളിഡ് ആണ്. നമ്മൾ ജെൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഓരോന്നിൻ്റെയും ആ ഡിസ്പേഴ്സ്ഡ് ഫേസും ആ ഡിസ്പേർഷൻ മീഡിയവും എന്ത് ചെയ്യണം? നമുക്കറിയണം. അങ്ങനെ ഉണ്ടാകുന്ന കൊളോയിഡുകളുടെ പേര് നമുക്കറിയണം. ആൻഡ് എക്സാമ്പിൾസും നമുക്ക് ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് വരാറുണ്ട്. What will be the mass by mass percentage of solution containing 30 gram of common salt in 220 gram water? അപ്പോൾ ഇങ്ങനത്തെ കാൽക്കുലേഷൻ ചെയ്യാൻ വരുമ്പോഴുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ ഭയങ്കര പ്രയാസമാണ്. കാരണം കെമിസ്ട്രിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പൊതുവെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യൂല. പക്ഷെ നമുക്ക് ചെയ്യാൻ അറിയണം. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി അറിയണം. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ആണ്.
മാസ് ഓഫ് സൊല്യൂഷൻ എന്താ മക്കളെ? സൊല്യൂഷനിൽ 2 പേരുണ്ട്. ആരൊക്കെയാ? സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. അപ്പൊ 2 പേരെ കൂടി അവിടെ ആഡ് ചെയ്യണം. അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്? നമുക്കറിയാം 220 വാട്ടർ ആണ്. ദാറ്റ് ഈസ് ദ സോൾവെന്റ്. സൊല്യൂട്ട് എത്ര? 30 ആണ്. അപ്പൊ സൊല്യൂട്ട് കിട്ടി. അപ്പൊ നോക്കിക്കേ, മാസ് ഓഫ് സൊല്യൂട്ട് 30 ബൈ മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും കൂടി ആഡ് ചെയ്തതാണ്. സൊല്യൂട്ട് 30 ആണ്, സോൾവെന്റ് 220 ആണ്. ഇൻറ്റു 100 കൂടി ചെയ്യണം. നമുക്ക് ആദ്യം ഇത് ചെയ്യാം അല്ലേ? 30 ബൈ എത്ര കിട്ടും? 250 ഇൻറ്റു 100 അല്ലേ? പെർസെൻറ്റേജ് കാണുമ്പോൾ ഇൻറ്റു 100 തരുവാണല്ലോ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് 5 വരും, ഇവിടെ 2 വരും. 2 ഇൻറ്റു 30 എത്രടാ? 60 വരും. 60 ബൈ 5 എത്ര മക്കളെ വരിക? 60 ബൈ 5 ആൻസർ 12 വരും. 12%. വളരെ സിമ്പിളായിട്ട് ആ ഇക്വേഷൻ അല്ലെങ്കിൽ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, ടിൻഡാൽ എഫക്റ്റ് ഈസ് നോട്ട് സീൻ ഇൻ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടിൻഡാൽ എഫക്റ്റ് ഈസ് നോട്ട് സീൻ ഇൻ. ടിൻഡാൽ എഫക്റ്റ് കാണാൻ പറ്റൂല. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മിൽക്ക്, ഫോഗ്, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ആരും ഇപ്പോൾ പറയണ്ട. നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയതിനു ശേഷം, നിങ്ങൾ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോക്ക് കമൻ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയണം. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് ആർക്കാണ് ഉണ്ടാവുക? നമുക്കറിയാം, ഒരു ക്ലൂ മാത്രം തരാം. 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാ? ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. ഇതിൽ ആരൊക്കെയാണ് ടിൻഡാൽ എഫക്റ്റ് കാണിക്കാന്ന് അറിയാം? ടിൻഡാൽ എഫക്റ്റ് അറിയില്ലേ അല്ലേ? എന്താ ചെയ്യുന്നു? ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അല്ലേ, ആ ലൈറ്റിന്റെ പാത്ത് വളരെ ക്ലിയർഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതായിരുന്നു ടിൻഡാൽ എഫക്റ്റ്. അത് നോട്ട് സീനിനാണ്, കാണാൻ സാധിക്കാത്തത്. ഇതിലേതാണ്? മിൽക്ക്, ഫോഗ്, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക? വേഗത്തിൽ നമ്മുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തുക. നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഡിഫറെൻറ്റ് ടോപ്പിക്കിലുള്ള പല ക്വസ്റ്റ്യൻസും മക്കളെ എംസാറ്റിൽ നിന്ന് വരും. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിപ്പറേഷനും നമ്മൾ ഈ ഒരു ചാനലുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എംസാറ്റ് എന്ത് ചെയ്യണം? അടിപൊളി മാർക്ക് എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. നമ്മുടെ എക്സാം വൈ ഇത്തരത്തിലുള്ള ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമിൻ്റെ കോച്ചിങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? എഴുതുക. അങ്ങനെ ഫ്യൂച്ചറിലുള്ള കോമ്പറ്റീഷൻ എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ടപ്പേ എന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ മൈൻഡ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.